അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, റമളാനിലെ ഇതര സമുദായങ്ങളുടെ നോമ്പുകളിൽ നിന്നും വേർതിരിക്കുന്ന ഒരു കർമ്മമാണ് അത്താഴം അഥവാ സഹർ. കേവലം ഒരു ഭക്ഷണമല്ല, മറിച്ച് ഒരു പ്രവാചക ചര്യയുടെ പുനരുജ്ജീവനവും മലക്കുകളുടെ പ്രാർത്ഥനയ്ക്ക് നമ്മളെ അർഹരാക്കുന്ന ഒരു പുണ്യമുഹൂർത്തവുമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ വർഷിക്കുന്ന ആ സമയത്തെ ആദരവോടെ കാണണം. സഹർ എന്ന വാക്കിന്റെ അർത്ഥം. ഭാഷാപരമായ ചരിത്രം പരിശോധിച്ചാൽ സഹർ എന്ന വാക്കിന് അദൃശ്യമായത് അല്ലെങ്കിൽ മറഞ്ഞത് എന്നൊക്കെ അർത്ഥമുണ്ട്. രാത്രിയുടെ അവസാന യാമത്തിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നടക്കുന്നത് എന്നതിലാണ് ഇതിന് ഈ പേര് വന്നത്. കേവലം ഇത് വയറു നിറയ്ക്കലല്ല, മറിച്ച് പ്രപഞ്ചനാഥനുമായുള്ള ആത്മീയ ബന്ധത്തിന്റെ സമയം കൂടിയാണെന്ന് ഇത് നമ്മെ സൂചിപ്പിക്കുന്നു. ഖുർആൻ സൂക്തങ്ങൾ: قال الله تعالى وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر. പ്രഭാതത്തിന്റെ വെളുത്ത നൂൽ കറുത്ത നൂലിൽ നിന്ന് വേർതിരിഞ്ഞ് കാണപ്പെടുന്നത് വരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക.